ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറിച്ചട്ടി കുക്കിംഗ് ചാനൽ. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന അടിപൊളി ഒരു മട്ടൺ കറിയാണ്. അപ്പോൾ ഈ കറി സൂപ്പർ കറി എങ്ങനെ ഉണ്ടാക്കാം, നമുക്ക് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ 1/2 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഒരു തക്കാളി, ഒരു 1.5 സവാളയും കൂടെ ഇതുപോലെ ബ്ലോക്ക് പോലെ അരിഞ്ഞ് വെച്ച്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നമുക്ക് ജാറിലിട്ട് ഈ ഉപ്പിട്ട് വെള്ളത്തിൽ ഇറച്ചി ഒന്ന് കഴുകി വെക്കണം. പിന്നെ ഒരു തവയിൽ എണ്ണ ഒഴിച്ചു. ഇനിയും ഇത്രയും സാധനങ്ങൾ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കണം. ജീരകം, കറുവപ്പട്ട, ലവംഗ, പിന്നെ ഏലക്ക, സ്റ്റാർ അനീസ്, പിന്നെ നെറ്റ്മേഗ് എന്ന ഇത്രയും സാധനങ്ങൾ വേണം. ഇനി ഉണക്കമുളക് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 8-10 കാശ്മീരി ചില്ലിയാണ്, എരിവുണ്ടാവില്ല. അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മസാലകൾ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. എല്ലാം വറുത്തെടുത്തെല്ലാം നല്ല രുചി ഉണ്ടാവും, അതുകൊണ്ട് വറുത്തെടുക്കാം. ബേ ലീഫും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ ജാറിൽ ഇത്രയും സാധനങ്ങൾ വറുത്തിട്ടത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അത് ഈ ഇറച്ചിയുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ നമ്മൾ വറുത്ത് വെച്ച ഉണക്കമുളക് അത് മാത്രം കടഞ്ഞെടുത്തതാണ്, അതും കൂടെ ചേർത്തു. പിന്നെ ഇത് ഉലുവ ഇലയാണ്, ഒരു പിടി ഉലുവ ഇല, മല്ലിയില, മല്ലിപ്പൊടി, അങ്ങനെ ബ്ലോക്ക് ആയിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളിയും കൂടി ഇട്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഇനി നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് ഇറച്ചിക്ക് പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ വയ്ക്കാം. ഇനി ഒരു കുക്കർ എടുത്ത് നന്നായി ചൂടായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു തക്കാളി കൂടെ ബ്ലോക്കായിട്ട് അരിഞ്ഞ് മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ ഇത് മസാല കടഞ്ഞ് മുളക് ഗ്രൈൻഡ് ചെയ്തെടുത്ത് ജാറൊന്ന് കഴുകി വെള്ളം ഒഴിക്കാം. കറിവേപ്പില വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കും, നല്ല ഫ്ലേവർ കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ആവശ്യത്തിന് ഗ്രേവിയും കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്ക് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം. ഇതും കൂടെ വെച്ച് തിളച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് രാഗി ബോൾ, അത് പിന്നെ ചോറ്, വൈറ്റ് റൈസോ റെഡ് റൈസോ ഏതായാലും നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാൻ വരെ എല്ലാവർക്കും ബൈ ബൈ.